ജിന്നുകളുടെയും പിശാചുക്കളുടെയും മറഞ്ഞ രൂപത്തിലുള്ള ഈ കഴിവുകൾ അംഗീകരിക്കുകയും ജിന്നുബാധയും സിഹിറുബാധയും സത്യമാണെന്ന് പുറത്തു പറയുകയും ചെയ്തതോടെ 8 പതിറ്റാണ്ടുകാലം മുജാഹിദ് പ്രസ്ഥാനം സുന്നികളെ മുശ്രിക്കുകളാക്കി കൊണ്ടുനടന്നിരുന്ന തൗഹീദ് തെറ്റായിരുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ മൗലവിമാർ നിർബന്ധിതരായി. പഴയ തൗഹീദിൽ വിശ്വസിച്ചതിനും അത് പ്രചരിപ്പിച്ചതിനും അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെയെന്ന് പാശ്ചാത്തപിക്കുന്ന സക്കരിയ സ്വലാഹിയുടെ പ്രസംഗം കേൾക്കുക. ഈ സലാം സുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. ചിന്തിക്കുക, സച്ചരിതരായ മുൻഗാമികളുടെ സൽപാതകളിൽ നിന്ന് സമൂഹത്തെ പുറകോട്ട് വലിച്ച് ഒഴുകിയെത്തുന്ന ദീനാറുകൾക്കും ഡോളറുകൾക്കും ഒപ്പിച്ച് ദിനേന വിശ്വാസങ്ങളിൽ പോലും തിരിമറികൾ നടത്തിക്കൊണ്ട് അസ്തഗ്ഫിറുള്ളയുടെ മേമ്പൊടികൾ ചേർത്ത് വാചക കസർത്തുകൾ നടത്തുന്ന പുരോഹിത മൗലവിമാർ. ഇവരുടെ പ്രസംഗങ്ങൾ കേട്ട് ജീവിച്ചു മരിച്ചു പോകുന്ന പാവം ജനങ്ങളുടെ പരലോകസ്ഥിതി എന്തായിരിക്കും? അദൃശ്യം, മറഞ്ഞ മാർഗം, അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം തുടങ്ങി സുന്നികളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി മൗലവിമാർ ഉപയോഗിച്ചിരുന്ന സംജ്ഞകൾക്കെല്ലാം പുത്തൻ വ്യാഖ്യാനങ്ങൾ ചമക്കുകയാണ് സക്കരിയുടെ നേതൃത്വത്തിലുള്ള സലഫി ടോൺ. അദൃശ്യം, അഭൗതികം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കഴിവുകളാണ് എന്ന പഴയ വ്യാഖ്യാനം ഒഴിവാക്കി മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകൾ മാത്രമേ അഭൗതികവും അദൃശ്യവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും ആവുകയുള്ളൂ എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. 2007 ഫെബ്രുവരി 16 വിചിന്തനം കാണുക. മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറത്തുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വളരെ കൃത്യമായി വിചിന്തനം പറയുന്നു. 2007 മാർച്ച് മാസം ഇസ്ലാഹ് കാണുക. എന്നാൽ ജിന്നുകൾക്കും മലക്കുകൾക്കും മനുഷ്യർക്കില്ലാത്ത പല കഴിവുകളുമുണ്ടെന്ന് ഖുർആനും ഹദീസും സാക്ഷ്യപ്പെടുത്തുന്നു. പ്രസ്തുത കഴിവുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെങ്കിലും അതിനെക്കുറിച്ച് അഭൗതികമോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തോ ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇസ്ലാഹ് പറയുന്നത്.